ഗവർണറുടെ നടപടി ഗവർണർ തന്നെ തീരുമാനിക്കേണ്ടതാണ്. 136 ഖണ്ഡികളിലായി സർക്കാരിൻ്റെ നയം അദ്ദേഹം മേശപ്പുറത്ത് വെച്ചതോടുകൂടി സഭയ്ക്ക് മുമ്പാകെ, കേരളത്തിന് മുമ്പാകെയുള്ള അവതരണമായി. സാധാരണ നിലയിൽ വായിക്കേണ്ടതാണ് ഒരു പൊതുവായ മര്യാദ. സംസ്ഥാനത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വല്ല അസുഖമോ പ്രശ്നമോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വായിക്കാതിരിക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ വല്ല പ്രശ്നമാണോ എന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാകും. എന്തായാലും നിയമസഭയുടെ ഭാഗമായിട്ടുള്ള സർക്കാരിൻ്റെ നയം ബഹുമാനപ്പെട്ട ഗവർണർ നിയമസഭയുടെ മുമ്പാകെ വെച്ച് കഴിഞ്ഞു. അല്ല, അതെല്ലാം നിങ്ങൾ അന്വേഷിച്ചാൽ മതി. സഭയ്ക്ക് മുമ്പാകെ ഭരണഘടനാപരമായിട്ടുള്ള കർത്തവ്യം നിർവഹിക്കലാണ് പ്രധാനം. അതിൽ ഓരോരുത്തരും ഭരണഘടനയുടെ ഭാഗമായി അവരുടെ കർത്തവ്യം നിർവഹിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായി അതിന് പുലർത്തേണ്ട മാന്യത ബന്ധപ്പെട്ടവർ പുലർത്തണം. അത് അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. സഭയ്ക്ക് മുമ്പാകെ നയപ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇനി 3 ദിവസം കൃത്യതയോടുകൂടി സഭ അത് ചർച്ച ചെയ്യും. സമരം പ്രഖ്യാപിച്ചത് ഞങ്ങളല്ലേ. സമരമല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ഞാൻ ആവർത്തിച്ചു പറയുന്നു, അതൊരു സമരമാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തിനെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക. മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ സമരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സമരം എങ്ങനെയാകണം എന്നുള്ളത് സമരം സംഘടിപ്പിക്കുന്നവരാണ് തീരുമാനിക്കുക. ആ സമരത്തിൽ കൃത്യമായ അജണ്ടയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അത് നമുക്ക് ആനുകൂല്യം ലഭ്യമാകാൻ വേണ്ടിയുള്ള സമരമാണ്. അനുച്ഛേദം 131 പ്രകാരം ഇന്ന് സുപ്രീം കോടതിയും അത് കേൾക്കുന്നുണ്ട്.